ഹായ്, ഹലോ. വീണ്ടും ഒരു സൺഡേ വ്ളോഗ് ആയിട്ട് ഞങ്ങൾ വന്നിരിക്കാട്ടാ. ഇന്ന് കാലത്ത് തന്നെ അതെ, കുട്ടി തൊപ്പി വെച്ചിട്ടത് കാണിക്കാൻ വേണ്ടിട്ടാ. കാലത്ത് തന്നെ ഞങ്ങൾക്ക് പുള്ളി കയറണം. എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ ആമിക്കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഓപ്പൺ ഹൗസ് അല്ലേ. ഞങ്ങൾ കാലത്ത് തന്നെ ഞങ്ങള് പുറപ്പെട്ടിരിക്കുകയാണ്. ഞായറാഴ്ച കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങണം വിചാരിച്ചായിരുന്നു. പക്ഷെ ടൈം വന്നിരിക്കുന്നത് 7 to 9 ആണ്. അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ് ചേട്ടാ. നിന്നോട് ഒരു കാര്യം, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാന്ന് അറിയോ? എന്തെവിടെയാന്ന്? ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം എനിക്കറിയാം. ഇതാണ് കൊറേ നാളെ UAE ഇങ്ങനെ പോയാലും കണ്ട ആ ലൈറ്റ് ഇങ്ങനെ മോളിക്ക് പൊന്തിക്കണുണ്ടോ? അതാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം. ക്രിക്കറ്റ് ഒക്കെ നമ്മുടെ വിഭാഗം അല്ല ചേട്ടാ. അല്ല ബൊട്ടിക്കൊക്കെ ആണെങ്കിൽ എന്നോട് ചോദിക്കും. ബുർജ് ഖലീഫ അറിയാലോ. അല്ല പിന്നെ ഞങ്ങളാരാ. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ബ്ലോക്ക് ഒന്നുമില്ല, വേഗത്തൊന്നും വിചാരിക്കാം അല്ല ചേട്ടാ. അച്ഛൻ വന്നില്ലല്ലേ, ബ്ലോക്ക് ആയതുകൊണ്ട് അച്ഛൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. മാത്രം ഇങ്ങോട്ട് പോകുന്നു. അമ്മി അങ്ങനെ അമ്മിയുടെ പേരൻസ് മീറ്റിംഗ് സാധനങ്ങളൊക്കെ കിട്ടി, മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിജാട്ട് ഇപ്പോഴും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സിജാൻ്റെ അടുത്ത് പോയിട്ട് കാണാം അല്ലേ. സമാധാനായി സിജേട്ട. അവള് പറഞ്ഞിരുന്നു ഫുൾ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗിഫ്റ്റ് മേടിച്ചായിരുന്നു. ഒരു മാർക്ക് എന്തായാലും കുറവുണ്ട്. ഒരു മാർക്ക് കുറവുണ്ട്. ബാക്കി എല്ലാത്തിലും കൂടുതലാണ്. പക്ഷെ ഒരു മാർക്ക് കുറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിച്ച എന്നൊക്കെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അമ്മി ഗിഫ്റ്റ് വാങ്ങിച്ചു. ഒരു മാർക്കല്ലേ കുറഞ്ഞുള്ളൂ അല്ലേ. പക്ഷെ അമ്മ ഇപ്പൊ ഗിഫ്റ്റ് മേടിച്ചെന്നാ അടുത്ത പ്രാവശ്യം ആ ഒരു മാർക്ക് നിനക്ക് ആ ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്. ഉണ്ടാവോ? ഭാഗ്യം മണിട്ടൂട്ടല്ലേ പോണ്ട ചേട്ടാ. രക്ഷപ്പെട്ടു. പോവാനും തിരിച്ചു വരാനും എല്ലാവർക്കും ഉണ്ട്. എല്ലാരും അവിടെ ഈ പറഞ്ഞ പോലെ ഓടിക്കതച്ച് സൈഡിൽ കൂടെ ഓടി വന്നവരാണ് അല്ലേ അമ്മി. അപ്പൊ ഓക്കെ. അങ്ങനെ എക്സാമിന്റെ പേപ്പർ കിട്ടിയ സ്ഥിതിക്ക് രവിക്ക് വിശക്കുണ്ട്, ആമിക്ക് വിശക്കുണ്ട്. എന്നിട്ട് കാര്യം എനിക്ക് എന്തായാലും ഇങ്ങോട്ട് പോകുമ്പോ അമ്മ പറഞ്ഞ എന്തായാലും വന്നിട്ടല്ലേ ടോയ് വാങ്ങിച്ചിട്ടുണ്ട്. പറഞ്ഞാ പിന്നെ മേടിച്ചു കൊടുക്കണല്ലോ. ഞങ്ങൾ തീരുമാനിക്കട്ടെ. പരീക്ഷയിൽ മുഴുവൻ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. ആലോചിക്കട്ടെ, വീഡിയോ ആലോചിക്കട്ടെ. സമാധാനപ്പെടൂ. പക്ഷം വേണമെങ്കിൽ മസാല ദോശ, പൂരി മസാല എന്തെങ്കിലും വാങ്ങിച്ചിട്ടല്ലേ. ബിരിയാണി കഴിച്ചാലോ? അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണ്ട. ഇങ്ങനെയുണ്ട്. പോവാം. എന്താ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ്. തീരുമാനിക്കോ രേവാ? പൊറോട്ടയും കാലത്ത് തന്നെ എന്താ കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇടിയപ്പം, മുട്ടക്കറി, നൂഡിൽസ് അല്ല, വൈറ്റ് നൂഡിൽസ് കണ്ട കുട്ടിക്ക്. രേവ ഇങ്ങനെ വീട്ടിലേക്ക് എത്തി ഫുഡൊക്കെ കഴിച്ചു. രേവ ഇടാൻ പോയാ കറക്റ്റ് ഇടാൻ പറയാട്ടോ. നമുക്ക് റെഡി. ഞാൻ ഉച്ചയ്ക്ക് എന്നിട്ട് പരിപാടി ഉച്ചക്ക് വീണ്ടും ഫുഡ് കഴിക്കാം. ആമി എന്താ പരിപാടി? ഇതെന്തിട്ടത്? ഇത് ഓരോ കിളിയുടെ ഒന്ന് തലമാറ്റി നോക്കട്ടെ ഞാൻ. ഈ കിളികള് എന്താ തിന്നാന്നാണോ? ഏത് പുഴുവിനെ തിന്നാന്ന് ആണോ? ഒന്ന് വായിച്ചു നോക്കട്ടെ അമ്മ. ഹൂ ഗെറ്റ്സ് വാട്ട്? അതന്നെയാ. അപ്പൊ ലയൺ കണ്ടുപിടിക്കണ പാടാല്ലേ. എല്ലാം ഒരേപോലെ ഉണ്ടല്ലേ. അമ്മയുടെ ബുക്ക് ഒന്ന് കാണിച്ചത്, ഫ്രണ്ട് ഭാഗം കാണിച്ചത്. ഒന്ന് ഫ്രണ്ട് ഭാഗം കാണിക്കുക ഞങ്ങൾക്ക്. ഓഫ് മറിയാതിരിക്കണതിൻ്റെ ഉള്ളിൽ കയറ്റിച്ചിരിക്കണേ. ആക്ടിവിറ്റി ബുക്ക്. ഇത് വെറുതെ ആമി കണ്ടപ്പോൾ ആമയ്ക്ക് ബോറടിക്കുമ്പോൾ ചെയ്യാൻ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാ അല്ലേ. അതാരണം കുറച്ചേരം ചിരിക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനത്തെ ബുക്ക് ഇനി മേടിച്ചു തരാണ്ട ഞാൻ. TV ഇരുന്ന് കാണേക്കാളും നല്ലതല്ലേ. അവളെ മറിഞ്ഞു പോകാണ്ടിരിക്കാൻ സുഖത്തിന് വെക്കണ ഐഡിയ നോക്കാം. പേജ് ശരിക്കും കിട്ടാനല്ലേ. എങ്ങനെയാ ഇരിക്കുന്നു കസേരയുടെ ഉള്ളിൽ ആമി, അതിൻ്റെ മുകളിൽ ബുക്ക്. ഫുഡ് കഴിക്കണ്ടേ?
അമ്മ സാമ്പാർ ഉണ്ടാക്കിൻ്റെ മീൻ വറുത്തിട്ടുണ്ട്. ആ വളയത്തിലൊക്കെ ഒന്ന് കറങ്ങി കാണിക്കാൻ പറ്റുമോ? ആ അത് സാരില്ല, അവിടെ കിടക്കട്ടെ. ആ അത് ഒന്ന് കറങ്ങി കാണിച്ചു നോട്ടെ. സെന്ററിൽ നിൽക്കും ഇവിടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലേക്ക് വാ. അത്ര കൂടെ ഫ്രണ്ടിലേക്ക് വരുമോ? ഇവിടേക്ക് ഇവിടെ നിൽക്ക്. അയ്യോ അയ്യോ അവിടെ ലേടിച്ചും കൂടുതലാമീ, ക്ലിയർ ഇല്ല. ആ ഒന്നുകൂടി വേണം. സൂപ്പർ. ഇതല്ല വേറെ ഫ്രണ്ട് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിവിടെ മറന്നു വെച്ച് പോയി അല്ലേ? ഇതേപോലത്തെ വേറെ പിങ്ക് അല്ലേ? അപ്പം അമ്മങ്ങി അമ്മയുടെ സാമ്പാർ കാണിച്ചിട്ട് കട്ടിട്ട് എന്നിട്ട് അമ്മയ്ക്ക് ചോറ് തരാൻ കേട്ടോ. ഓക്കെ, അമ്മയുടെ പല്ല് രണ്ടും വന്നു എന്ന് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഒരു പല്ല് വന്നു, ഒരു പല്ല് വരാനുണ്ട് അല്ലേ? അപ്പം ദേ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സാമ്പാർ. അയ്യോ സാമ്പാറിൽ ഇട്ടാണല്ലോ കേട്ടാ. സാമ്പാറിനെ ഇപ്പം കാണിച്ചു തരാം ഞാൻ. ഇതാണ് എൻ്റെ സാമ്പാർ. വെളിച്ചം വന്നിട്ട് കാണാത്തതാണ്. പിന്നെ മീൻ വറുത്തിട്ടുണ്ട്. നമുക്ക് ഉച്ചക്കലേക്ക് മാത്രം മതി. വൈകിട്ട് നമുക്ക് വേറെ പരിപാടികളുണ്ട്. ഇപ്പം കഴിക്കാൻ വേണ്ടി മാത്രം സാമ്പാറും മീൻ വറുത്തതുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കണം. ഇനി എന്നിട്ട് ആമയ്ക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അറബിയുടെ അതുണ്ട്. അത് കഴിഞ്ഞ് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ. ആമി മാർക്കൊക്കെ കിട്ടിയല്ലോ, അപ്പോൾ ടോയ് മേടിക്കണം പറഞ്ഞിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ആളിരിക്കുക. വൻറ്റൂട്ടന്നെ പോകണമെന്ന് വന്നിരിക്കും. പിന്നെ വൻറ്റൂട്ടന്നെ അല്ലേ പോകാൻ പറയാനുള്ളത്, അതിന് സമാധാനം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം എന്തായാലും. അപ്പോൾ പുറത്തേക്കൊന്ന് പോകാണ്ട് വേറൊരു പരിപാടി ഉണ്ട് നമുക്ക്, സിനിമയുടെ ഒരു പ്രൊമോഷനായിട്ട് പോകാണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. എല്ലാരും വിചാരിക്കുന്നേ ഞായറാഴ്ച ഫുഡ് കഴിപ്പ് മാത്രമുള്ളൂ. മെയിനായിട്ട് അത് തന്നെയാണ് ഉദ്ദേശം. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ തോന്നിയെങ്കിലും അങ്ങനെയല്ല. കാരണം നമ്മള് വീഡിയോസ് എടുക്കുന്നപ്പോ മാത്രമാണ്, അതുകൊണ്ടാണ്. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നുള്ളൂ. ഇവിടെ സ്പെഷ്യൽ മീൻ വറുത്തത്, ഇവിടെ സ്പെഷ്യൽ സാമ്പാർ. നമ്മളിത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കാ പോണത്? അല്ല, ആദ്യം അറബിക് ഓൺലൈൻ ക്ലാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ആമിക്ക് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു തരണം. ഒരു കുഞ്ഞു ടോയ് വാങ്ങിച്ചു കൊടുക്കണം. ആ ടോയ് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു മൂവി പ്രൊമോഷൻസ് ഉണ്ട്. കങ്കുവ, സൂര്യയുടെ ന്യൂ മൂവിയാണ്, തമിഴ് മൂവി കാണാൻ പോവല്ല. മൂവി വരുന്നത് 14th ഈ മാസം റിലീസ് വരുന്നത്. അപ്പൊ അതിന്റെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് നടക്കുന്നുണ്ട് ദേരം സിറ്റി സെന്ററില്. അപ്പൊ അവിടെ നടൻ സൂര്യ വരുന്നുണ്ട്. മറ്റേ പാട്ടിനെ മുംബൈ വായനോ അങ്ങനത്തെ പാട്ടിനെ. പക്ഷെ എനിക്ക് അതിനെ ഇഷ്ടം മുംബൈ വായ. ഞങ്ങളൊക്കെ റൊമാൻറ്റിക് കപ്പിൾസ്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആമയുടെ സന്തോഷം കേൾക്കുന്നില്ലേ? ഭയങ്കര സന്തോഷം. ഞാൻ വരുമ്പോ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ആമിക്കുട്ടിയുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വന്നു. എന്നറിയാവാ, ആമിക്കുട്ടി ഇഷ്ടമുള്ള സ്ഥലം അതാണ്. ആമിക്കുട്ടി ഓടിപ്പോയി. ഞാൻ നോക്കിയാൽ കിട്ടൂല. ആമിക്കുട്ടിക്ക് ഇത് രണ്ടും എടുത്തിട്ട് കൺഫ്യൂഷൻ ആയിരിക്കാം. ഏതാ വേണ്ട ആമിക്കുട്ടി? അത്തള വിത്തള. ഓക്കെ, അത്തള. ആമി ഹാപ്പി ആയ? ആമിനെ പകന്നോട്ട് ഹാപ്പി ആയത്. അപ്പൊ നമ്മൾ ഈ ഡേ ടു ഡേയില് ഫസ്റ്റ് ടൈം അല്ലേ വന്നേ? അതെ, എപ്പോ വന്നിട്ടുണ്ട്? ഇല്ല, നമ്മൾ ഷാർജ ഡേ ടു ഡേ വന്നേ. അത് ദുബായ് ഡേ ടു ഡേനെ, ദേരം സിറ്റി സെന്ററിന്റെ അടുത്തുള്ള ഡേ ടു ഡേ. നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് ബോക്സിൽ കൊണ്ടേ സൂര്യനെ കണ്ടേ. ജ്യൂസ് എടുക്കാൻ പോയിരിക്കാം. ജ്യൂസ് നമ്മളിപ്പോൾ എവിടെയാന്ന് പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കങ്കുവയുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റിന് വന്നിരിക്കാം. അപ്പം എല്ലാവരും ചോദിക്കും സിജേട്ടനെന്തേ, സിജേട്ടനെന്തേ?
ചേട്ടൻ സ്റ്റെക്കായിട്ട് പുറത്ത് നിൽക്കാം. അത്രയും തിരക്കാം. കാണിച്ചിട്ടുണ്ടാ. അപ്പോൾ അത്രയും തിരക്കായതുകൊണ്ട് പൂന്തും തള്ളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. പറ്റൊരു മിനിറ്റ്. അപ്പോൾ നമ്മുടെ സൂര്യ വന്നിട്ടില്ല. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തൊരു കാര്യം പറയാനുള്ള വേഗം പറഞ്ഞ് അവസാനിപ്പിക്കൂ. വിശ്വലാക്കാൻ പറ്റൂട്ടാ. അത് എനിക്ക് പറ്റാതില്ല. അറുപത് 10 രൂപ പറയട്ടോ. സൂര്യ വന്ന Thank you. Sir, thanks a lot, sir. Thank you, sir. That's what we guys for the all the way from Surya and Bombay. സൂര്യനെ കണ്ടില്ലേ? അച്ഛനെടുത്തി പോവാം. അച്ഛനെടുത്തി പോവാം. നമ്മുടെ അച്ഛനെ ഇവിടെ തിക്കും തിരക്കിലും അകത്ത് കയറാൻ പറ്റാത്ത നമ്മുടെ അച്ഛനെ കാണിച്ചു തരാം. നമ്മുടെ അച്ഛനെ കാണാതായിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്ക് അച്ഛനവിടെ ഉണ്ടോ നോക്കാം. എവിടെ? കാണാതായി അച്ഛനെ കിട്ടി. എന്തായിരുന്നു ചേട്ടാ പുറത്ത് എന്തൊക്കെയായിരുന്നു വിശേഷങ്ങള്? അത് മതി. ടോമേഞ്ചറിനെ കഴിക്കാൻ പോയിരിക്കണേ. സിനിമ കഴിഞ്ഞിട്ട് അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാൻ നിർത്തി. സിനിമ കഴിഞ്ഞിട്ട് സിനിമയല്ല ഇതൊന്ന് സൂര്യനെ കണ്ടിട്ട് മീറ്റ് കഴിഞ്ഞിട്ട് ഈ ഫുഡ് കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും അല്ലേ? എന്താ പറയുക, ചൂട് കൂടുതലാണ് അവയ്ക്ക്. ഞാൻ എന്തിട്ട് സ്പെഷ്യല് ഫ്രഞ്ച് ഫ്രൈസ് ആണോ വെച്ചാൽ ചാർക്കോൾ. അപ്പൊ ഇന്ന് കാലത്ത് മുതൽ തുടങ്ങിയ സൺഡേ വ്ലോഗാണ്. ഇന്ന് രാത്രി തന്നെ അവസാനിപ്പിക്കുകയാണ് അല്ലേ? ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഉറങ്ങാൻ പോവാണ്. ലിഫ്റ്റും ഓപ്പൺ ആയി. പുറത്തിറങ്ങി ഇരുട്ടായി. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ